ക്ഷേത്ര പരിസരത്ത് ഉത്സവത്തിൽ വന്നു നിന്നിട്ട് വിപ്ലവഗാനം പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നത്. ഇനി ഗണപതി വിഗ്രഹം മാറ്റിയിട്ട് പുഷ്പനെ പ്രതിഷ്ഠിച്ചിട്ട് ഗോവിന്ദനെ കൊണ്ട് പൂജാരിയാക്കി പൂജ ചെയ്യിപ്പിക്കുമോ എന്ന ഭയമുണ്ട്. പുഷ്പനെ അറിയാമോ, രാഘവനെ അറിയാമോ മുതലായ പാട്ടുകൾ പാടി ഒരു ദിവസം ഹിന്ദുക്കൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെയാണ് ഇവർക്ക് എന്ത് കാര്യം ക്ഷേത്രങ്ങളിൽ വന്ന് ഇത്തരം പാട്ടുകൾ പാടാൻ എന്നുള്ളത് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ അറിയപ്പെടുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ചിതി മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അനേകം പുസ്തകങ്ങളുടെ രചയിതാവ്, ലേഖകൻ, അങ്ങനെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാഗതം രാജശേഖർജി. രാജശേഖർജി, അങ്ങ് സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് അങ്ങയുടെ ലേഖനങ്ങളിൽ നിന്നെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. ഈ അടുത്ത് കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിപ്ലവ ഗാനം, പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനമാണ് പാടിയത്. മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിൽ ഈ പ്രസ്ഥാനം ഇതുപോലെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? നമ്മുടെ ക്ഷേത്രങ്ങൾ, അതായത് ദൈവമില്ല, ഹിന്ദു ധർമ്മമില്ല എന്ന് പറയുന്നവര്, ക്ഷേത്രത്തിൽ കയറാത്തവര്, ഒളിച്ച് ക്ഷേത്രത്തിൽ പോയിരുന്നവര് ഇന്ന് ക്ഷേത്രങ്ങളിൽ വന്നു നിന്ന് ഇത്തരത്തിൽ അവരുടെ വിപ്ലവഗാനം പാടണമെങ്കിൽ അതിനനുവദിച്ചത് ഹിന്ദുക്കളല്ലാതെ മറ്റാരെങ്കിലുമാണോ? എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് അത് മനസ്സിലാകാത്തത്? തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അങ്ങയുടെ വിശദീകരണം ഞങ്ങൾ തേടുകയാണ്. ഇത് CPMന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതൊരു പുതിയ കാര്യമല്ല. എത്രയോ കാലങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒളിച്ചും തെളിച്ചും കടത്തിവിടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പണ്ട് നാടക വേദികളിലൂടെ, കഥാപ്രസംഗങ്ങളിലൂടെ എത്രയോ ഇടതുപക്ഷ സഹയാത്രികർ ഈ മഹാഭാരതത്തെയും രാമായണത്തിലെയും ഇതിഹാസങ്ങളിലെ മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ എടുത്തിട്ട് അവര് പാർട്ടി പ്രത്യയശാസ്ത്രം ഈ കഥാപാത്രങ്ങളിൽ വെച്ച് കെട്ടുന്ന ഒരു ശീലം പണ്ടേ ഉണ്ടായിരുന്നു. അതിത്ര പ്രകടമായിരുന്നില്ല എന്നേ ഉള്ളൂ. അത് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ പ്രത്യയശാസ്ത്രപരമായ പ്രചാരണത്തിന് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന നിലയിലാണ്. അത് എന്നും ചെയ്തിട്ടുണ്ട് അവര്. ഈ പ്രത്യേക കാലഘട്ടത്തിന്റെ സ്വഭാവം, ഈ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് വിശ്വസിക്കുന്ന പാർട്ടി ഈ അമ്പലങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അവിടെ ക്ഷേത്ര സഹായത്തിനുള്ള ക്ഷേത്ര സമിതികൾ, അത് DYFIക്കാര്, CPMക്കാര് ഒക്കെ കയ്യേറുകയും ബാക്കിയുള്ളവരെ അവിടെ നിന്ന് പുറത്തു ചാടിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സംഗതി, ഒരുപാട് സാമ്പത്തിക വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രം പോലെയുള്ളതൊക്കെ കൈയടക്കിയത് അങ്ങനെയാണ്. അപ്പൊ നിത്യനിദാനത്തിന് വകയില്ലാത്ത ചില ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഇതങ്ങ് നന്നാക്കി കളയാമെന്ന് അവര് വിചാരിക്കുന്നില്ല. അപ്പോ സമ്പത്തുള്ള ക്ഷേത്രങ്ങളിൽ ഭരണം ഏറ്റെടുത്ത് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ പാർട്ടി അണികളിലേക്ക് ആക്കാൻ ഒരു ശ്രമം നടത്തി നോക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ പൊതുവെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട സംഗതി, അവര് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഹിന്ദുവിനെ അലട്ടാൻ പോകുന്നില്ല. പൊതുവെ അവരിതിലൊന്നും വലിയ താല്പര്യങ്ങൾ, അവര് ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ ഉണ്ടാക്കിക്കോട്ടെ. അപ്പോ
നാമജപത്തിനെതിരെ, വിഗ്രഹാരാധനയ്ക്കെതിരെ ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അവര് വിഗ്രഹാരാധനയുമായിട്ട് അങ്ങ് പോവും, അവര് നാമജപവുമായിട്ട് പോവും. അപ്പൊ അപ്പുറത്ത് എത്ര എതിർപ്പുണ്ടെങ്കിലും അവരെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഒരു ഹിന്ദുവിന്റെ ഒരു അടിസ്ഥാനപരമായ മാനസിക അവസ്ഥ അവര് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതേസമയം പണ്ട് കാലത്ത് നമ്മുടെ സന്ദേശം സിനിമയിലൊക്കെ പറയുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോയിരുന്നവര് ഇന്ന് പരസ്യമായിട്ട് അമ്പലത്തിൽ എത്തി നിന്ന് വിപ്ലവഗാനം പാടുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്? അല്ല, അതാണല്ലോ അവരുടെ വൈരുദ്ധ്യം. അവര് ഈ മതത്തെ തള്ളി പറയുന്നു, അന്ധവിശ്വാസം നശിച്ചു, അമ്പലം നശിച്ചാൽ അന്ധവിശ്വാസം നശിച്ചു എന്ന് വിശ്വസിക്കുകയും അമ്പലം കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണല്ലോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അതാണ് അതിന്റെ ജീവിതത്തിലുടനീളം ഈ വൈരുദ്ധ്യം ഉണ്ട് അവർക്ക്. പക്ഷേ അതായത് ക്ഷേത്രം വേണ്ട, മതം വേണ്ട, ഹിന്ദു ധർമ്മം വേണ്ട, പക്ഷെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്ക് വരുമാനം വേണം, ക്ഷേത്രങ്ങളുടെ വരുമാനം ഞങ്ങൾക്ക് വേണം, അവിടെ ഭണ്ഡാരം മാത്രം മതി, ഭണ്ഡാരം മാത്രം മതി എന്നാണ് അവരുടെ ഒരു സമീപനം. ഒന്നത്. പിന്നെ വേറെ ഹിന്ദുക്കൾക്കൊരു ഒരു ഗുണപാഠമുണ്ട്. ഈ അത് ശിശുപാലന്റെ അനുഭവമാണ്. ശിശുപാലൻ ജനിച്ചപ്പോ 3 കണ്ണും 4 കൈകളും ഉണ്ടായിരുന്നു. അപ്പൊ ആരാണോ ശിശുപാലന്റെ അന്തകനായിട്ടുള്ളത് അയാള് ശിശുപാലനെ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ണ് നഷ്ടപ്പെടും എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണൻ എടുത്തപ്പോഴാണ് ശിശുപാലന്റെ കണ്ണും ഈ 2 അഡീഷണൽ കൈകളും നഷ്ടപ്പെട്ടത്. അപ്പൊ അമ്മ ഈ കൃഷ്ണന്റെ തന്നെ ഒരു ബന്ധുവാണ്. അമ്മ കരഞ്ഞ് നിലവിളിച്ച് ശ്രീകൃഷ്ണനോട് പറഞ്ഞു, നീ ഇവനെ ഉപദ്രവിക്കരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇവന്റെ 100 തെറ്റുകൾ ക്ഷമിക്കും, പക്ഷെ 101ാമത്തെ തെറ്റ് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിശുപാലനെ ഇത് തരമാക്കി കണ്ട് കാണുമ്പോഴും മുമ്പിൽ വരുമ്പോഴൊക്കെ ശ്രീകൃഷ്ണനെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ശ്രീകൃഷ്ണൻ ഈ വിരലിൽ ഇതെല്ലാം എണ്ണുന്നുണ്ടായിരുന്നു. അപ്പോ 100ാമത്തെ വത്സരവും കഴിഞ്ഞ് 101ാമത്തെ ആയപ്പോൾ ഈ സുദർശന ചക്രം പ്രയോഗിച്ചു. അത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ചെയ്തതുപോലെ തന്നെ കേരളത്തിലും ഈ ആളുകൾ, കേരളത്തിലെ ആളുകൾ, പ്രബുദ്ധരായുള്ള ജനങ്ങള് ഈ 101ാമത്തെ പ്രാവശ്യം ഒരു പ്രയോഗം നടത്തും. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം മാറി വളരെ പ്രകടമായ നിലയിൽ ദേശീയ ധാരയിലേക്ക് ഈ കേരളത്തിലെ ജനതയും വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ഈ അവനവൻ കുഴിച്ച കുഴിയിൽ എന്ന് പറയുന്നത് പോലെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാതകങ്ങളെ കുറിച്ച് അവര് അതിൻ്റെ പ്രതികരണങ്ങൾ അവർക്ക് ബോധ്യമായിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന വേദനയും ഇത് പറയുമ്പോൾ രാജശേഖരജി അവർക്ക് ബോധ്യമായിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ വിപ്ലവ പ്രസ്ഥാനത്തിൽ പെട്ടിട്ടുള്ള കുറെ ഹിന്ദുക്കൾ ഇപ്പോൾ ഇവരെടുത്ത് തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ മറ്റേതെങ്കിലും മതസ്ഥരുടെ ആരാധനാലയത്തിൽ കയറി ഇതുപോലെ വിപ്ലവ ഗാനം പാടുമോ എന്ന്. അതിന്റെ ബാക്കി എന്തായിരിക്കും? അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചോദ്യം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, CPM-നകത്തെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ഈ അതിൽ തന്നെ പ്രബലമായ ഹൈന്ദവ വിഭാഗങ്ങൾ, പാർട്ടിയുടെ കൂടെ നിന്ന ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അകന്നുപോയി എന്ന ബോധ്യത്തിൽ നിന്നാണ് ചെറിയ ചില നീക്കുപോക്കുകൾ, അടവ് നയങ്ങൾക്ക് വേണ്ടി പാർട്ടി തീരുമാനങ്ങൾ എടുത്തത്. അത് നമ്മൾ സമീപകാലത്ത് അവരുടെ ചില നീക്കങ്ങളിൽ കണ്ടതാണ്. പക്ഷെ ഈ അടവ് നയങ്ങൾ ഒന്നും ഫലിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഹിന്ദുക്കൾ കുറെ കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അവര് ഈ പാർട്ടി എന്താണെന്നും പ്രത്യയശാസ്ത്രം എന്താണെന്നും ഒക്കെ അവര് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു വളരെ കൃത്യമായിട്ട്. പിന്നെ ഇതൊരു കേരളത്തിന്റെ പുരോഗതിക്കും സംസ്കാരത്തിനും ധാർമ്മികതയ്ക്കും സാമ്പത്തിക അവസ്ഥയ്ക്കും രാഷ്ട്രീയ ഭദ്രതയ്ക്കും ഒരു സമാധാന അന്തരീക്ഷത്തിനുമൊക്കെ ഭീഷണി ആകുന്ന തരത്തിൽ ഈ പ്രത്യയശാസ്ത്രം ഭീമാകാരമായി വരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഉള്ള പ്രതികരണങ്ങൾ ബാലറ്റ് പേപ്പറിൽ കൂടെയും ബാലറ്റിലൂടെയും അല്ലാതെയും ഒക്കെ
പ്രകടമായി കാണുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ സമ്മേളനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത് വളരെ പ്രകടമാണ്. അതിനകത്തുള്ള ചോദ്യം ചെയ്യലുകളും പടലപ്പിണക്കങ്ങളും ഒക്കെ കണ്ടാൽ നമുക്ക് ബോധ്യമാകും. അതിനകത്ത് തന്നെ ഈ പ്രവണതയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ച് ജാഗരൂകരാണ്. ഇത്തരം കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അവരോട് പ്രതികരിക്കുന്ന തരത്തിലും പഴയ രീതിയിൽ അവർ ഒരു കൺഫ്രണ്ടേഷൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ ഹൈന്ദവ ജനത ഒരു കൺഫ്രണ്ടേഷന്റെ സ്വഭാവത്തിലല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു വലിയ എത്രയോ ആളുകൾ നമ്മുടെ ആചാര്യന്മാരുണ്ട്, അവരാരും ഒരു കൺഫ്രണ്ടേഷൻ, ഈവൻ നാരായണ ഗുരുസ്വാമികളാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും മന്നത്ത് പത്മനാഭനാണെങ്കിലും വലിയ വലിയ സോഷ്യൽ റവല്യൂഷൻ നടത്തുമ്പോഴും അവരൊന്നും സംഘർഷത്തിന്റെ പാതയിലേക്ക് പോയില്ല. അപ്പൊ ഇതിനകത്തുള്ള പരിഷ്കാരങ്ങൾ അവര് വളരെ ശാന്തമായി, അത് ഒരു ഹിന്ദു പാരമ്പര്യത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇവരോടുള്ള പ്രതിഷേധവും ആ തരത്തിൽ തന്നെ ആയിരിക്കും. അത് രാഷ്ട്രീയ പാർട്ടികൾ. മറ്റൊന്ന് ഭയം ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ, ഗണപതിയെ മിത്താണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര പരിസരത്ത് ഉത്സവത്തിൽ വന്നു നിന്നിട്ട് വിപ്ലവഗാനം പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നത്. ഇനി ഗണപതി വിഗ്രഹം മാറ്റിയിട്ട് പുഷ്പനെ പ്രതിഷ്ഠിച്ചിട്ട് ഗോവിന്ദനെ കൊണ്ട് പൂജാരിയാക്കി പൂജ ചെയ്യിപ്പിക്കുമോ എന്ന ഭയമുണ്ട്. ഇതൊക്കെ ഹിന്ദുക്കൾക്ക് ഭയമുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ. അല്ല, അവർക്ക് പുഷ്പനെ അറിയാം. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പുഷ്പനെ അറിയാം. MK രാഘവനെ അറിയാം. MP രാഘവനെ അറിയാം. രാഘവന്റെ മകനെയും നന്നായിട്ട് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ സ്വകാര്യ കോളേജുകളെ കുറിച്ചിട്ടുള്ള, ഈ സ്വാശ്രയ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്ത നിലപാടുകളും ഈ 5 രക്തസാക്ഷികളുടെ ചരിത്രവും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇതൊന്നും എത്ര കാലം പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ പറ്റും? അങ്ങനെയൊന്നും ആളുകൾ അതിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ട് പാടാം, നമ്മൾ അവിടെ ഇരുന്ന് കുറെ ആളുകൾ കേൾക്കും. അവരുടെ ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസ് ആണല്ലോ, അപ്പൊ അവരത് കേൾക്കും. അപ്പൊ അവർക്ക് ആവേശം വരും, കുറച്ചുകൂടി പാടും. പക്ഷെ പാടിക്കഴിയുമ്പോഴും അവർ ആലോചിക്കും ഈ പുഷ്പൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്. നമ്മുടെ മുമ്പിലൊക്കെ വളരെ കൃത്യമായ ചിത്രമുണ്ട്. ആരും പറഞ്ഞു പുഷ്പന്റെ സഹോദരൻ ഇത് ഇവരുടെ ഈ പാട്ട് കേട്ട്, പുഷ്പനെ അറിയാമോ പാട്ട് കേട്ട് സഹി കേട്ട് BJP-യിലോട്ട് വന്നിട്ടുണ്ട് അടുത്തയിടെ. അല്ല, അതാണ് എന്റെ സംഗതി. പുഷ്പനെ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാം. MV രാഘവനെ അറിയാം, രാഘവന്റെ മകൻ നികേഷിനെ അറിയാം, ഇവരുടെ നയപരിപാടികളെ പറ്റിയിട്ട് അറിയാം, സ്വാശ്രയ കോളേജുകളെ കുറിച്ചിട്ടുള്ള അന്നത്തെ ഇന്നത്തെ സ്റ്റാൻഡുകളെ കുറിച്ച് അറിയാം, ശ്രീനിവാസിന് തല്ലുകൊടുത്തതിനെ പറ്റിയിട്ടും അറിയാം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ ആളുകളുടെ ഇടയിലേക്ക് പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് പാടി ഇറങ്ങിച്ചെല്ലാനുള്ള മൗഢ്യത്തെ കുറിച്ച് പരിതപിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം അത്രമാത്രം ആശയപരമായ പാപ്പരത്വവും സത്യസന്ധതയില്ലായ്മയൊക്കെ പ്രകടമാണ്. എല്ലാ നടപടികളിലും അത് തന്നെയാണ് കാണുന്നത്. ഒരു പാട്ട് പാടുന്നതിൽ പോലും എന്താ പറയാ, ഒന്നുകിൽ വകതിരിവില്ലായ്മയോ അല്ലെങ്കിൽ അത് സത്യസന്ധത ഇല്ലായ്മയോ ഒക്കെ നമുക്ക് വളരെ പ്രകടമാണ് അതില്. അത് ആളുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശരിയാണ്. മറ്റൊരു മതസ്ഥരുടെയും ആരാധനാലയത്തിൽ പോയി ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ പാടാത്ത ഈ പ്രസ്ഥാനക്കാർ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ വന്ന് പുഷ്പനെ അറിയാമോ രാഘവനെ അറിയാമോ മുതലായ പാട്ടുകൾ പാടി ഒരു ദിവസം ഹിന്ദുക്കൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെയാണ് ഇവർക്ക് എന്ത് കാര്യം ക്ഷേത്രങ്ങളിൽ വന്ന് ഇത്തരം പാട്ടുകൾ പാടാൻ എന്നുള്ളത് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം.